ഓം ശാന്തി. സദാ ഉന്മേഷത്തിലും ഉത്സാഹത്തിലും ഇരിക്കാൻ സാധിക്കുക എന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടായിരിക്കില്ല. എന്നിട്ടും എന്തേ എല്ലാവർക്കും എപ്പോഴും മോട്ടിവേറ്റഡ് ആവാൻ സാധിക്കാത്തത്? കുറേ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, സിസ്റ്ററെ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കാൻ എന്ത് ചെയ്യണമെന്ന്. ഇന്ന് അവർക്കെല്ലാവർക്കും വേണ്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞുതരാണ്. ഒന്നാമത്തെ കാര്യം, ഹൃദയത്തിൽ നിന്ന് ഉണർന്നു വരേണ്ടതായിട്ടുള്ള ചിന്തയാണ് മോട്ടിവേഷൻ അഥവാ ഉന്മേഷം എന്ന് പറയുന്നത്. എത്ര കൂടുതൽ വായിക്കുന്നു, എത്ര കൂടുതൽ അറിയുന്നു, എത്ര കൂടുതൽ പഠിക്കുന്നു, അത്രയും ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ശക്തിയെ, ഊർജത്തിൻ്റെ പ്രവാഹത്തെ അതിശക്തമാക്കുകയും അത് നമ്മളറിയാതെ തന്നെ പവർഫുൾ ആൻഡ് പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും എന്തെങ്കിലും ചെയ്യാതിരിക്കാനാവില്ല എന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അതിൻ്റെ പേരാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഒരിക്കൽ വളരെ ഫേമസ് ആയിരിക്കുന്ന ഒരു എഴുത്തുകാരൻ്റെ അടുത്ത് ഒരു പാർട്ടിയിൽ വെച്ചൊരു ലേഡി ചോദിക്കുകയാണ്, താങ്കൾ ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ ആ ബുക്കുകളൊന്നും തന്നെ ഒന്നിനും കൊള്ളുന്നതാണ് എന്നെനിക്ക് തോന്നുന്നില്ല എന്ന്. അത് കേട്ട എഴുത്തുകാരൻ പറഞ്ഞു, ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എന്തുകൊണ്ടാണ് എന്നെന്താ ചോദിക്കാത്തത് എന്ന്. അപ്പോൾ തിരിച്ച്, ഓക്കെ പറയൂ, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന്. അപ്പോൾ പറയും, നിങ്ങളുടെ ബുക്കുകൾ വായിക്കുന്ന സമയത്തുണ്ടല്ലോ, ആ സമയത്ത് ഭയങ്കര മോട്ടിവേഷനാണ്. 3-4 ദിവസം കഴിഞ്ഞാൽ ആ മോട്ടിവേഷൻ അങ്ങ് പോവുകയും ചെയ്യും. പിന്നെ എന്താ കാര്യം അങ്ങനെ ബുക്ക് എഴുതിയിട്ട് എന്ന്. അപ്പോൾ അവൾ തിരിച്ചു ചോദിക്കും, ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. അപ്പോൾ ആ സ്ത്രീ പറയാം, തീർച്ചയായിട്ടും ചോദിച്ചോളൂ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ക്ലീൻ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് 6 മാസത്തിലൊരിക്കലാണോ കുളിക്കാൻ ചോദിക്കും. അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? അതല്ല 1 മാസത്തിലൊരിക്കലാണോ കുളിക്കുക? അപ്പോൾ നിങ്ങൾ എന്തൊക്കെയായി ചോദിക്കുന്നത്? അല്ല, എനിക്കറിയാൻ ചോദിക്കുക, 1 മാസത്തിലൊരിക്കലാണോ, 6 മാസത്തിലൊരിക്കലാണോ, ആഴ്ചയിലൊരിക്കലാണോ? അവ തിരിച്ചു പറയും, ഞാനിതൊന്നുമല്ല, ഞാൻ ഡെയിലി കുളിക്കുന്ന ആളാണ്. ആരെങ്കിലും ഡെയിലി കുളിക്കാത്ത ആൾക്കാരുണ്ടാവുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഉത്തരം. നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദിവസവും നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ളതായിട്ടുള്ളൊരു തീപ്പൊരിയാണ്. ആ തീപ്പൊരി കൊണ്ട് തീ കത്തിക്കുന്ന സമയത്ത് ആ തീ ആളി കത്തിച്ചുകൊണ്ട് നിങ്ങളുടെ ഊർജ്ജത്തെ പ്രവഹിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് നിങ്ങൾ സ്വയം തയ്യാറാവണം. ഓരോ മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരണം, എവിടേക്ക് പോകണം എന്ന് നമ്മൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്. എനിക്ക് വേണ്ടതായിരിക്കുന്ന എൻ്റെ ഫീൽഡ് എന്താണ്? ഒരു കാര്യം, എല്ലാ കാര്യം ചെയ്യാൻ എല്ലാവരും ഡിസൈൻ ചെയ്തവരല്ല, എല്ലാവരും പാട്ടുകാരല്ല, എല്ലാവരും ഡാൻസുകാരല്ല, എല്ലാവരും കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ല, എല്ലാവരും സിനിമ ഡയറക്ടേഴ്സ് അല്ല, എല്ലാവരും കുക്കിങ്ങിൽ എക്സ്പേർട്സ് അല്ല, എല്ലാവരും സംസാരിക്കുന്നതിൽ എക്സ്പേർട്സ് അല്ല. എല്ലാം ചെയ്യാൻ വേണ്ടിക്കൊണ്ട് എല്ലാവരും ജനിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്താണോ, നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട കാര്യം എന്താണോ, നിങ്ങൾക്ക് വേണ്ടി ചിത്രീകരിക്കപ്പെട്ട കാര്യം എന്താണോ, അതിനെ കണ്ടെത്താൻ വേണ്ടിക്കൊണ്ട് എനിക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴാണോ 8 മണിക്കൂറിലധികം ചെയ്തിട്ടും ഒരു കാര്യം യാതൊരു മടുപ്പുമില്ലാതെ വീണ്ടും വീണ്ടും ചെയ്യും തോറും ഉത്സാഹം, ഇൻട്രസ്റ്റ്, ആനന്ദം കൂടുന്നുവെങ്കിൽ ഉറപ്പിച്ചു മനസ്സിലാക്കിക്കോളൂ, ആ കാര്യം ചെയ്യാൻ ഡിസൈൻ ചെയ്യപ്പെട്ടവരാണ് നിങ്ങൾ. അത് മെഡിറ്റേഷൻ ആവട്ടെ, സ്റ്റഡി ആവട്ടെ, റൈറ്റിംഗ് ആവട്ടെ, കുക്കിംഗ് ആവട്ടെ, ഡാൻസിങ് ആവട്ടെ, സിംഗിങ് ആവട്ടെ, ആക്ടിങ് ആവട്ടെ, നിങ്ങളുടെ കല എന്താണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ കാര്യം ചെയ്യുമ്പോൾ ആനന്ദം 8 മണിക്കൂറിലധികം ചെയ്യുമ്പോഴും ആനന്ദം അനുഭവിക്കാനാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ഡിസൈൻ ചെയ്തവരാണ്, അഥവാ നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആവാൻ വേണ്ടി ജനിച്ചവരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അങ്ങനെ നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യം എന്തെന്ന് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണ് നമ്മുടെ മോട്ടിവേഷൻ കുറയാതെ നിൽക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ നമ്മൾ ഡെയിലി മോർണിംഗ് ഹാബിറ്റ്സ് തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ ആദ്യത്തെ നിമിഷം കുറച്ച് സമയമെങ്കിലും മെഡിറ്റേഷന് വേണ്ടിക്കൊണ്ട് കുറച്ച് വെള്ളം ചാർജ് ചെയ്ത് കുടിക്കാൻ, മെഡിറ്റേഷൻ ചെയ്യാൻ, ഈശ്വരനോട് ഗുഡ് മോർണിംഗ് പറയാൻ, ഫസ്റ്റ് തുടക്കം ഇതുവരെ ഞാൻ കേട്ട, അറിഞ്ഞ എല്ലാ ജയിച്ച ആളുകളുടെയും സ്ഥിരമായിട്ടൊരു ശീലമാണ് പ്രഭാതത്തിൽ കുറച്ച് സമയം അവനവന് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് 6 മണിക്ക് എഴുന്നേറ്റ് അടുക്കളയിൽ കയറണം എന്നുണ്ടെങ്കിൽ 5:30 എണീക്കും. 5 മണിക്ക് എഴുന്നേറ്റ് അടുക്കളയിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ 4:30 എഴുന്നേൽക്കും. ഉറക്കത്തിൻ്റെ സമയം ഒരു അരമണിക്കൂർ കുറയ്ക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. ആ അരമണിക്കൂർ സമയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ അസറ്റായിക്കൊണ്ട് മുന്നോട്ട് മാറാൻ സഹായിക്കുക തന്നെ ചെയ്യും. പിന്നെ കുറച്ചെന്തെങ്കിലും പഠിക്കുക എന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ സമയമില്ലെങ്കിൽ രാവിലെ വാക്കിങ്ങിന് പോകുമ്പോൾ ഒന്നുകിൽ എക്സസൈസ് ചെയ്യുന്ന മുറിയിൽ ക്ലാസ് ഇട്ടുകൊണ്ട് നിങ്ങൾ എക്സസൈസ് ചെയ്തോളൂ, ഓഡിയോ കേട്ടോളൂ. എന്നാലും മനസ്സിലേക്ക് കുറേ ആശയങ്ങളാക്കാൻ പറ്റും. മോർണിംഗ് വാക്കിന് പോകുന്ന സമയത്ത് നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ട് മോർണിംഗ് വാക്ക് നിങ്ങൾ ചെയ്തോളൂ. അപ്പോഴും നിങ്ങൾക്ക് ആ കാര്യത്തെ പഠിക്കാനായിട്ട് സാധിക്കും. എന്നാലും പഠനം എന്നുള്ള കാര്യത്തിൽ, എക്സസൈസ് എന്നുള്ള കാര്യത്തിൽ, രാവിലത്തെ മെഡിറ്റേഷൻ ഉള്ളതായിട്ടുള്ള കാര്യത്തിൽ നമ്മുടെ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്ന കാര്യം,
ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻഡ് അല്ല എങ്കിൽ, ഒന്ന് കഴിഞ്ഞു പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് അതിന് പോയി ഇതിന് പോയി, രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ ഞാൻ ഫുൾ ടൈം ബിസി ആയിരുന്നു പറയും. എന്നാൽ എന്തൊക്കെ നിങ്ങൾ കാര്യങ്ങൾ പ്രൊഡക്റ്റീവായി ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ എൻ്റെ സമയത്തെ, ഭഗവാൻ തന്ന വലിയ നിധിയാണ് സമയം, ആ സമയം എന്ന നിധിനെ ഏത് സമയം തൊട്ട് ഏത് സമയം വരെ ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ടാവും, എന്തെല്ലാം കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ കാര്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു ഉദ്ദേശം, ഒരു ലക്ഷ്യം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അനുകൂലമായിക്കൊണ്ടുള്ള നമ്മുടെ യാത്ര കൃത്യമാണോ എന്നുകൂടി നോക്കണം. യാത്ര ചെയ്യേണ്ടത് കണ്ണൂർക്കും, നമ്മൾ പോകുന്നത് കുറച്ച് ബേപ്പൂര് പോയി, കോഴിക്കോട് നിന്ന് കുറച്ച് ബേപ്പൂര് പോയി, പിന്നെ കുറച്ച് തൃശ്ശൂർക്ക് പോയി, കുറച്ച് മലപ്പുറം പോയി, കുറച്ച് പാലക്കാട് പോയി, ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് എന്നിട്ടെന്തേ കണ്ണൂർ എത്തിയില്ല എന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥം ഉണ്ടാവില്ല. ജീവിതത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തതായിട്ടുള്ള ജീവിത ലക്ഷ്യത്തിലേക്ക് ഉതകുന്ന രീതിയിൽ, അതിൻ്റെ പവർ കൂട്ടുന്ന രീതിയിൽ, അതിൻ്റെ ഊർജത്തെ 4 ഭാഗത്തും പ്രസരിപ്പിക്കത്തക്ക രീതിയിൽ ജീവിതത്തിൻ്റെ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് യൂസ്ഫുള്ളായ, അർത്ഥവത്തായ ഒരു ഗോൾ ലൈഫിൽ സെറ്റ് ചെയ്യുകയും അന്നന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുകയും ചെയ്ത് അതനുസരിച്ച് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിക്കൊണ്ടുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ ഇല്ലാതാക്കാൻ ആർക്കും സാധ്യമല്ല. ഒരിക്കൽ കൂടെ പറയട്ടെ, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പലരും എന്നോട് പറയുന്നുണ്ട്, ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട് മെഡിറ്റേഷന് വേണ്ടി, 6 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട്, 2 മാസമായി ഞാൻ മെഡിറ്റേഷന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, ഞാൻ ഇരിക്കുന്നുണ്ട് സിസ്റ്ററെ, ഞാൻ സിസ്റ്റർ മെഡിറ്റേഷൻ കമൻട്രീസ് കേൾക്കുന്നുണ്ട് സിസ്റ്ററെ എന്നിട്ടും കണക്ഷൻ കിട്ടുന്നില്ല, കറണ്ട് വരുന്നില്ല. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബ്രഹ്മകുമാരി സെൻറ്ററിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ രാജയോഗ മെഡിറ്റേഷൻ്റെ എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. നിങ്ങൾ ഏതൊരു ടൈപ്പ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിൻ്റെ പ്രോപ്പർ ആയിരിക്കുന്ന ഗുരുക്കന്മാരിലൂടെ ബ്രഹ്മകുമാരി സെൻറ്ററുകൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അവിടെയാണെങ്കിൽ ആ രീതിയിൽ, അതല്ലെങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു, അതിൻ്റെ പ്രോപ്പർ വേല മെഡിറ്റേഷൻ പഠിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അധ്വാനങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെതായിട്ടുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രോപ്പർ ഗൈഡൻസിലൂടെ മെഡിറ്റേഷൻ പഠിക്കുക, പോസിറ്റീവായിട്ടുള്ള ക്ലാസ്സുകൾ വായിക്കുക, ക്ലാസ് കേൾക്കുക, കുറച്ച് സമയം എക്സസൈസ് ചെയ്യുക, ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. മിനിമം ഈ 4 കാര്യങ്ങൾ റെഗുലറായി ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോയി നോക്കൂ. നിങ്ങളുടെ മോട്ടിവേഷൻ ആർക്കും ഇല്ലാതാക്കാൻ സാധ്യമല്ല. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.